പേഷ്യൻസ് ഇപ്പോൾ നമ്മുടെ ഒ പിയിൽ വരുന്ന ഒരു 45-50 ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസ് പറയും തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോയി ഇപ്പോൾ ഭയങ്കര മുട്ടുവേദനയാന്ന് പറയും. സ്മിത ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനുമായ ഡോക്ടർ ആന്റണി ജെ കണ്ണമ്പിള്ളിയാണ്. ഈ അമിതവണ്ണം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യത്തിലും ഡോക്ടർ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈലുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്. അമിതവണ്ണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിലും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ BMI കൃത്യമായി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ? അല്ല, നമ്മുടെ ഒരു ബോഡി വെയിറ്റും ബോഡി ഹൈറ്റിന്റെയും റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് BMI. അപ്പൊ അതൊരു +or-5 എന്ന റേഞ്ചിലെങ്കിലും നമ്മുടെ ബോഡി വെയിറ്റിനെ കീപ്പ് ചെയ്യണം. ഈ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെല്ലുന്ന ജോയിന്റ്സ് ആയ ഹിപ്പ് ജോയിന്റ് ആയാലും നീ ജോയിന്റിലേക്കായാലും അതിന് എക്സസീവ് സ്ട്രെയിൻ വരും. ഈ സ്ട്രെയിൻ വരുമ്പോൾ നമ്മുടെ മസിൽസും കൂടി സ്ട്രോങ് അല്ല, അപ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ ഒരുപാട് തടിയുള്ള ഒരു പേഷ്യന്റിന് ചിലപ്പോൾ മുട്ടുവേദന ഉണ്ടാവില്ല, ആളുടെ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കുന്നുണ്ടാവും. പക്ഷെ ഒട്ടും മസിൽസ് സ്ട്രോങ് അല്ലാത്തൊരു മെലിഞ്ഞ പേഷ്യന്റിന് മുട്ടുവേദനയുണ്ട്. അപ്പോൾ കോർ മസിൽ സ്ട്രെങ്തനിങ്, അത് മുട്ടാവാം, സ്പൈൻ ആവാം, ഹിപ്പ് ജോയിന്റ് ആവാം, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോൾ നോർമലി ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിസിൻ എടുക്കുന്ന കാര്യം പറഞ്ഞ പോലാണ് ജിമ്മിലൊക്കെ പോയിട്ട് ഒന്ന് ബോഡി സെറ്റ് ആക്കണം, ഹെൽത്തി ആക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ബോഡി ഫിറ്റ്നസും ഹെൽത്തും രണ്ടായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ഒക്കെ ചെയ്താലേ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? നമുക്ക് ഈ ജിമ്മും തന്നെ വേണമെന്നില്ല, നമ്മളുടെ മൈൻഡിനെ എൻജോയ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ്, ബാഡ്മിന്റൺ ആവാം, അല്ലെങ്കിൽ സ്വിമ്മിങ് ആവാം, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, രാവിലെ ഒരു അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് വരെ ആവാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് ജിമ്മിൽ തന്നെ പോയി നമ്മൾ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബിൽ പോയി നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് നമ്മൾ ബോഡി ബിൽഡ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു ട്രെയിനർക്ക് നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ട്രെയിനേഴ്സിന് പറ്റും. പക്ഷെ മെജോറിറ്റി പേഷ്യൻസ് ഇപ്പൊ നമ്മുടെ ഒ പിയിൽ വരുന്ന ഒരു 45-50 ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽസ് പറയും തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ പോയി ഇപ്പോൾ ഭയങ്കര മുട്ടുവേദനയാന്ന് പറയും. അത് ഞാൻ ആരുടെയും ആ രീതിയിലല്ല പറയുന്നത്. കാരണം ഈ ത്രെഡ്മിൽ യൂസേജിലൊക്കെ നമ്മൾ ഒരുപാട് വെയിറ്റും അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സും നമ്മുടെ മുട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ട, ആ മസിൽസിനെ സ്ട്രോങ് ആക്കുക. ഇപ്പം ലെഗ് പ്രസ് ഒക്കെ ചെയ്ത് നമ്മുടെ മസിലും ആംസ്ട്രിങ്സ് ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ത്രെഡ്മില്ലിൽ പോകേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ ത്രെഡ്മില്ലിൽ പോയിട്ടാണ് അവർ മുട്ട് മാറ്റി വയ്ക്കാണ്ട് അല്ല. അപ്പോൾ അത് അവരുടെ ദിനചര്യ, അവരുടെ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 30+ അല്ലെങ്കിൽ 40+ ഒക്കെ ആയി കഴിഞ്ഞാൽ ആളുകൾ ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആയാൽ അധികവും ഈ പറഞ്ഞ ഹെൽത്ത് ക്ലബ്ബുകളിൽ പോകും, പ്രത്യേകിച്ച് സ്ത്രീകൾ പോവുകയും ഹെൽത്ത് കോൺഷ്യസ് ആകുന്നതിന്റെ ഭാഗമായിട്ടും കൂടാണ്. ചിലപ്പോൾ ബോഡി ഫിറ്റ്നസും കാണും, പക്ഷേ ഈ ഒരു പ്രശ്നം വളരെ കോമൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വാമപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കഴിയാണ്ട് അവരുടെ കാർഡിയോയിലേക്ക് ഒന്നും വിടില്ല. ഈ സ്വന്തമായി ത്രെഡ്മിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അവിടെയൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ഡോക്ടർ, ഇപ്പോഴൊരു നമ്മുടെ സംബന്ധിച്ചിടത്തോളം 100-ൽ 40-50% ആൾക്കാർക്ക് മുട്ടുവേദനയാണ് ഉണ്ടാകുന്നത്. ഈ മുട്ടുവേദന ഉണ്ടാകും അവരുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ കൊണ്ടാണോ, അവരുടെ ശരീരത്തിന്റെ വണ്ണം കൊണ്ട് ഉണ്ടാകുന്ന സംഭവിക്കുന്നതാണ്? അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മുട്ടുവേദന ഉണ്ടാകുന്ന ഒരു കാരണം. അതുപോലെ ഈ മുട്ട് മാറ്റി വെക്കുന്നു അത് എങ്ങനെയാണ് ഈ മുട്ട് മാറ്റി വയ്ക്കാൻ പ്രവണത നടക്കുന്നത്, സർജറി ചെയ്യുന്നത്? ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ കാര്യം, ഒരു ജനറലൈസ്ഡ് ആയിട്ട് മുട്ടുവേദന വരുന്നത് നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, ഒബിസിറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ചസ് കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് വ്യത്യാസം വരും. ഒരു കോർ മസിൽസ് എക്സസൈസുകളും നീ ജോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളും മാത്രം ചെയ്താൽ മതി, മുട്ടുവേദന മാറും. പിന്നെ ചില സപ്ലിമെന്റ്സ്, നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിലത്തെ ഫ്ലൂയിഡ് കൂട്ടാനുള്ള ഡയസറിൻ, ഗ്ലൂക്കോസമിൻ പോലത്തെ ചെറിയ ഒട്ടും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ടാബ്ലറ്റ്സ് നമുക്ക് കഴിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ മുട്ട് മാറ്റിവെക്കലിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഒട്ടും വളവില്ലാത്ത മുട്ടുകൾ, തേയ്മാനം 3 കമ്പാർട്ട്മെന്റിലും വരാത്ത മുട്ടൊന്നും നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഒരുപാട് ന്യൂവർ മൊഡാലിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ പുതിയ ട്രീറ്റ്മെന്റുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, സർജറിനേക്കാളും നല്ലത്.